ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. 24 മണിക്കൂറും കഴിഞ്ഞ് 240 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ പ്രഖ്യാപിച്ചത്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിച്ച പല സ്ഥാനാർത്ഥികളെ ഒന്നിനും കൊള്ളാത്ത ഊളകളെയും പ്രഖ്യാപിച്ച് കിട്ടാവുന്ന പല സീറ്റുകളും കളയുകയും ചെയ്തു. അർജുൻ സിംഗും ശരത് പവാറും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ടിരിക്കുമ്പോഴാണ് കെ കരുണാകരൻ ഇവിടുന്ന് പോയിട്ട് രായ്ക്ക് രാമാനം പോയിട്ട് നരസിംഹറാവുവിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു കൊണ്ടുവന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് കിങ് മേക്കർ എന്നുള്ള പേര് വീഴുന്നത്. മൊത്തത്തിൽ കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ ഒരു കോമഡി ആയിട്ട് മാറിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൻ്റെ മൊത്തം അവസ്ഥ എന്ന് പറഞ്ഞാൽ തമാശ മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ജൻസി യുഗത്തിലേക്ക്, ഒരു ജൻസി പൊളിറ്റിക്സിലേക്ക് കേരളം പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന 2020 ചക്ക താമരയാണോ മാങ്ങയാണോ എന്നുള്ളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഈ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് ചാർജൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. കാരണം കേരളത്തിലുള്ള എല്ലാ വെള്ളം ധരിച്ച ആളുകൾ ഇപ്പോൾ ഡൽഹിയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ഡൽഹിയിലെ കേരള ഹൗസ് മൊത്തം നിറഞ്ഞു കവിഞ്ഞതാണ്. സമാനമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലെ മുഴുവൻ KPCC ഭാരവാഹികളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേർക്ക് പോകാനുള്ള ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇന്ത്യയുടെ എയർ ഇന്ത്യയുടെ ഏതെങ്കിലും ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരുന്നു ഉചിതം. അതുകൊണ്ട് ബാക്കിയുള്ള യാത്രക്കാർക്ക് കുറച്ച് ചാർജ് കുറച്ച് കിട്ടിയത്. ഇതിപ്പോൾ അപാരമായ ഒരു ചാർജ് വർധനമാണുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ഓട്ടത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ല, ഫ്ലൈറ്റ് ചാർജുമായിട്ട് മാത്രം ബന്ധപ്പെട്ടൊരു വിഷയമല്ല ഇത്. കാരണം കുറേ ദിവസമായിട്ട് ഈ കോൺഗ്രസ്സുകാരെല്ലാം അവിടെ ഉറക്കമില്ല, ഒന്നുമില്ല, ഒക്കെയാണ്. പിന്നെ ഒന്ന് കിടന്നുറങ്ങാൻ സ്വസ്ഥതയില്ല എന്നുള്ളതുകൊണ്ട് ഈ ദില്ലിയിലെ അവിടുത്തെ മദ്യ വിൽപ്പന ഷോപ്പുകളുടെ മുമ്പിൽ മലയാളികളുടെ തിരക്കാണ്. അപ്പോൾ മാത്രമല്ല, ഇവന്മാർ പോയിട്ട് ജവാൻ ഏക്ക് പൈൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ജവാനാണ് ചോദിക്കുന്നത്, ഫുൾ ജവാൻ പൈൻറ്റ് ജവാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരവിടെ നിന്ന് തിരിച്ച് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ഈ ജവാൻ എന്ന് പറയുന്ന ബ്രാൻഡ് അറിയേയില്ല. കാരണം അവിടെ ഇല്ലാത്തൊരു സാധനമാണ് അത്. നമ്മളെ കേരളത്തിൻ്റെ നമ്മളെ മന്ന ഓൺ പ്രൊഡക്റ്റാണ്. അത് അവിടെ ഇല്ല. അത് അവിടെ വേറെ സംസ്ഥാനത്ത് വിൽക്കാനും പറ്റത്തില്ല. നമ്മുടെ സംസ്ഥാന മദ്യമാണ്. അപ്പോൾ ഇവർ പോയിട്ട് ജവാനാണ് ചോദിക്കുന്നത്. കാരണം കയ്യിലെ പൈസ എല്ലാം കഴിഞ്ഞു. ജവാൻ അല്ലാതെ ഇനിയിപ്പോൾ അവർക്ക് ജാക്ക് ഡാനിയൽസും മറ്റോ ഒന്നും വാങ്ങി അടിക്കാനുള്ള പൈസയില്ല. അത് മുഖ്യമന്ത്രി വന്നാലേ അതൊക്കെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവർ ജവാൻ എന്ന് പറയുമ്പോൾ മറ്റവർ തിരിച്ച് ജയ് കിസാൻ എന്ന് തിരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. കിസാൻ എന്താണെന്നുള്ളത് ഇവർക്ക് അറിയത്തില്ല. കിസാൻ ജാമിന് മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ. കിസാൻ മൊത്തം കേട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം ഇതിൻ്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സിബി പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് കൊണ്ടുപോയിരുന്നു നല്ലത്. അല്ലെങ്കിൽ ഈ മദാമയും മക്കളും കൂടി ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. മല്ലികാർജുനും ഖാർഗെയും കൂടെ. പുള്ളി ഇവിടെ അയലോക്കമല്ലേ, പുള്ളി കർണാടകക്കാരനല്ലേ, അവർ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു. പിന്നെ കെ സി ഇവിടെ എന്തായാലും മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കുപ്പായിട്ട് നിൽക്കുകയല്ലേ. പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ നിന്നാൽ മതിയായിരുന്നു. ഇനി അല്ലെങ്കിൽ ഇനി പോയിട്ട് എവിടെ എണ്ണ ഉണ്ടാക്കാറ്? കർണാടക അവർക്ക് കിട്ടാൻ പോകുന്നുണ്ടോ? തെലങ്കാന കിട്ടാൻ പോകുന്നുണ്ടോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം, ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മെയ് 9-ാം തീയതി സുവേന്ദു അധികാരി ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ഒരവസരം ഉണ്ടായില്ലല്ലോ. മമതാ ബാനർജിയുടെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് സുവേന്ദു അധികാരി BJPയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞ ചെയ്തു. 10-ാം തീയതി കഴിഞ്ഞ ദിവസം ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അതുപോലെ വിജയിന് ശേഷം വലിയ ക്ലാസിക്കൽ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ സർജിക്കൽ സ്ട്രൈക്ക്. സ്റ്റാലിനെ പോയി സന്ദർശിച്ചു. സ്റ്റാലിനെയും സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനെയും ഒക്കെ ആലിംഗനം ചെയ്യുന്നു. അവരുമൊക്കെ എടുത്ത് സ്വീകരിക്കുന്നു. അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയം ഇന്ന് വരെ കണ്ട ഒരു വൈര്യനിര്യാതന ബുദ്ധിയുടെ ഒരു ചരിത്രം തിരുത്തിക്കൊണ്ട് കുറച്ചുകൂടി സമവായത്തിൻ്റെ പാതയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. എടപ്പാടി പളനിസ്വാമിയുടെ കൂടെയുള്ള ആൾക്കാരിൽ 30ഓളം പേര് ഇപ്പം തന്നെ മറുകണ്ഠം ചാടി. എടപ്പാടി പളനിസ്വാമി എപ്പോൾ ചാടും എന്നുള്ളത് തന്നെയാണ്. 17 പേര് മാത്രം അതിന് അവശേഷിക്കുന്നു. അതെ, ചിലപ്പോൾ പളനിസ്വാമി അങ്ങ് പോകും. പിന്നെ എല്ലാവരും കൂടെ അങ്ങ് പോകാമെന്ന് പറയും. നമുക്ക് അവിടെ ഞങ്ങൾക്കൊക്കെ ഓൾറെഡി കിടക്കാൻ ഏറെയൊരു സാധനം. പക്ഷേ പളനിസ്വാമിക്ക് പോകാൻ പറ്റില്ല. പളനിസ്വാമി പോയി കഴിഞ്ഞാൽ പളനിസ്വാമി ED പൊക്കിക്കൊണ്ട് പോകും. അപ്പം ഇതിൻ്റെ സ്ഥിതി അങ്ങനെ നിൽക്കുന്നത്. ഇനി ED ഇപ്പോൾ പുറത്തൊന്നുമില്ല. ED TV ആയിട്ട് ധാരണയിലങ്ങ് പോയിക്കോളൂ. നോക്കിയോ, ED ഇൻ ഫ്യൂച്ചർ അതിനാണ് സാധ്യത ഉണ്ടാകുക. കാരണം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സാധനത്തിന് ഇല്ലാതാക്കി കൊടുത്തിട്ട് പിന്നെ ഇതിനകത്തുള്ളത് മുന്നണി ഘടകകക്ഷികൾ അനുഭവിക്കുന്നൊരു പ്രയാസം. ഇവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് ആര് മന്ത്രിയാവണം എന്നുള്ളതിനെക്കുറിച്ച് അപ്പുണ്ട്, മോൻസ് ഉണ്ട്, ബാക്കിയുള്ളവരുണ്ട്. ഒരു ചർച്ചയും തോമസ് ഉണ്ണിയാറിനുണ്ട്. ഒരു ചർച്ചയും നടന്ന് നമ്മൾ കേൾക്കുന്നില്ലല്ലോ. ഇവിടെ മുസ്ലിം ലീഗിനകത്ത് ആരൊക്കെ മന്ത്രിമാരാവണം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് കുഞ്ഞാലിക്കുട്ടിയാണെന്നറിയാം. ബാക്കിയുള്ള മന്ത്രിമാരെക്കുറിച്ച് ഒരു ചർച്ചയും ഒരു ക്യാമ്പയിനൊരു ഫ്ലെക്സും കാണുന്നില്ലല്ലോ. ബാക്കിയുള്ള ചെറു കക്ഷികളെക്കുറിച്ച് RSPയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളതോ ഏതെങ്കിലും കക്ഷികളെക്കുറിച്ച് അവകാശവാദം, ഇന്ന വകുപ്പ് വേണമെന്നുള്ള അവകാശവാദം പോലും ഉന്നയിക്കുന്നില്ലല്ലോ. അവിടെ കോൺഗ്രസിനകത്ത് മാത്രം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? കോൺഗ്രസിനകത്ത് ഈ 3 നായന്മാരും കൂടെ അവിടെ ഇരുന്ന് തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. ഇവന്മാരെയൊക്കെ
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി നോക്കാൻ പോയിട്ട് സ്വന്തം അച്ചു വീട്ടിലെ കാര്യം നോക്കാൻ പോലും കേൾപ്പില്ലാത്തവന്മാരെ നായന്മാരെന്നുള്ളത് മനസ്സിലായി. കാരണം ചർച്ച രാവിലെ തൊട്ട് ചർച്ച, വൈകുന്നേരം വരെ ചർച്ച. ഇതിനു മുമ്പ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ ഇതേപോലെ തന്നെ ചർച്ച. ഇവിടുന്ന് അങ്ങോട്ടും കയറുക കുറേ പേര്. ഇപ്പോൾ പിന്നെ മുൻ KPCC അധ്യക്ഷന്മാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം രാധാകൃഷ്ണനെ ദില്ലിക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. കാരണം പാർലമെൻ്ററി അനുഭവം വെച്ച് നോക്കുമ്പോൾ സീനിയർ ആയിട്ടുള്ള മെമ്പറാണ് തിരുവഞ്ചൂർ ഇപ്പോൾ ഉള്ളതില്ല. കാരണം കെ ബാബു ഇല്ല, KC ജോസഫ് ഇല്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം സീനിയറാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു സ്ക്രോൾ കണ്ടു, ഒരു വാർത്ത കണ്ടു ഏതോ ചാനലിനകത്ത്, മുതിർന്ന നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിക്കുന്നു. അപ്പം ഞാൻ കരുതി എന്നെ വിളിപ്പിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ചിലപ്പം മുതിർന്ന നേതാവ് എന്നുള്ള പരിഗണന വന്നിട്ട് എനിക്കൊരു ടിക്കറ്റൊക്കെ അയച്ചു വന്നിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ആരാ മുതിർന്ന നേതാവ് അല്ലാത്തതെന്നൊന്നും അവർക്ക് അറിയത്തില്ല. ഇതിൽ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി രമേശ് ചെന്നിത്തല തനിക്കാവാൻ പറ്റിയില്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുന്നതായിരിക്കും KC വേണുഗോപാലിൻ്റെ താല്പര്യം. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് 70 വയസ്സോളമായി, KC വേണുഗോപാലിന് 63 വയസ്സാണ്, VD സതീശന് 62 വയസ്സാണ്. ഈ ഏജിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ നമ്പറിന്. 62 വയസ്സുള്ള VD സതീശനെ മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞാൽ അടുത്ത 10 വർഷം മുഖ്യമന്ത്രിയായിട്ടോ പ്രതിപക്ഷ നേതാവായിട്ടോ VD സതീശൻ്റെ കയ്യിൽ കേരളം കിടക്കും. അതേസമയം 70 വയസ്സുള്ള രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇടക്കാലത്ത് വെച്ച് ടേബിൾ മാറ്റുക, അല്ലെങ്കിൽ 75 വയസ്സാകുമ്പോൾ പുള്ളിയുടെ അടുത്ത സ്ഥാനം പിടിച്ചെടുക്കാൻ അപ്പോൾ 68 വയസ്സേ KCക്ക് ആവത്തുള്ളൂ. അപ്പോൾ KCയുടെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിലേക്കുള്ള തടസ്സം എന്ന് പറയുന്നത് VD ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ VDക്ക് വേണ്ടിയിട്ടുള്ള വലിയ തരംഗവും പ്രചാരണവും നടക്കുന്നുമുണ്ട്. ഇത് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഈ ലീഗുകാരും ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വലിയൊരു ബിസിനസ് ബാക്കപ്പ്, അതായത് ജമാഅത്തെ ഇസ്ലാമി അതുപോലെ മീഡിയ വൺ, ഈ 2 ചാനലുകളും അവരുടെ അജണ്ടയുമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അവരുടെ അജണ്ടയാണ് VDക്ക് അപകടം പറ്റിയത്. VD സ്വാഭാവികമായും മുഖ്യമന്ത്രിയായിട്ടൊക്കെ വരുമായിരുന്നു. സൈലന്റ് ആയിട്ട് VDക്ക് വേണ്ടിയിട്ട് ഷിയാസിൻ്റെ ഒരു പറച്ചിലും എറണാകുളത്ത് മുഖ്യമന്ത്രി വേണമെന്ന് പറച്ചിലും മീഡിയ വണ്ണിൻ്റെ ചർച്ചയും കൂടെ വന്നപ്പോഴാണ് ഇതിനകത്ത് വേറെ വിഷയങ്ങളിലേക്ക് ഇതിൻ്റെ ഡയമെൻഷൻ മാറിപ്പോയി. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു അധികാരം കിട്ടിയിട്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പോലും ഞങ്ങൾ അതിന് മുമ്പ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. 24 മണിക്കൂറും കഴിഞ്ഞ് 240 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പല സ്ഥാനാർത്ഥികളെ ഒന്നിനും കൊള്ളാത്ത ഊളകളെയും പ്രഖ്യാപിച്ച് കിട്ടാവുന്ന പല സീറ്റുകളും കളയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ക്രിസ്തുവിൻ്റെ കഥയുണ്ടല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിച്ചു എന്ന് പറഞ്ഞ മാതിരി ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് 3 പേരെയും കൂടെ ഊട്ടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒരാൾക്ക് 2 വർഷം, ഒരാൾക്ക് 1.5 വർഷം, ഒരാൾക്ക് 1.5 വർഷം, അങ്ങനെ അങ്ങ് സബൂറാക്കി കഴിഞ്ഞാലല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അങ്ങനെ ആഴ്ചയിൽ ഒരാൾക്ക് 2 ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുക, ഇതല്ലാതെ. കാരണം ഇങ്ങനൊരു കലാപരിപാടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ ക്രൈസിസിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നുപോയൊരു സമയമായിരുന്നു 91-ൽ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം അവർക്ക് അധികാരം കിട്ടുമ്പോൾ. അന്ന് ശരത് പവാറിനെ പോലെയുള്ള അധികാരനായ മഹാരാഷ്ട്രയുടെ പഞ്ചസാര മില്ലുകളുടെ ബാക്കിയുള്ള അവിടുത്തെ വ്യവസായ ലോബികളുടെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ശരത് പവാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നു. അതോടൊപ്പം തന്നെ അർജുൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അർജുൻ സിംഗും ശരത് പവാറും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ടിരിക്കുമ്പോഴാണ് കെ കരുണാകരൻ ഇവിടുന്ന് പോയിട്ട് രായ്ക്ക് രാമാനം പോയിട്ട് നരസിംഹറാവുവിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു കൊണ്ടുവന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് കിങ് മേക്കർ എന്നുള്ള പേര് വീഴുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നവരാരും കോൺഗ്രസിനകത്തില്ല. അതിനുള്ള കെൽപ്പ് രാഹുൽ ഗാന്ധിക്കുമില്ല, സോണിയാഗാന്ധിക്കുമില്ല, പ്രിയങ്ക ഗാന്ധിക്കുമില്ല. പിന്നെ കുറച്ച് കെൽപ്പുള്ള ആൾ KC വേണുഗോപാൽ സ്വയം കാൻഡിഡേറ്റാണ്. അപ്പോൾ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല, അതിനകത്ത് ഒരു ഫോർമുല വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ആളുകളിൽ ഒരു 20% പേർക്കെങ്കിലും കൊടുക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പുറത്ത് CPM ആണെങ്കിലും യോഗം ചേർന്നുകൊണ്ടിരിക്കുക പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. ആര്യമ ബേബി അവിടെ ഇരുന്ന് താത്വികമായിട്ട് ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കും. ഇല്ല, അത് പറഞ്ഞു കേരളത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ കേരളത്തിൽ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി പോകുമ്പോൾ. അതെ, അല്ല ഞാൻ പറഞ്ഞു തരിക, ഇത് മൊത്തത്തിൽ കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ ഒരു കോമഡി ആയിട്ട് മാറിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൻ്റെ മൊത്തം അവസ്ഥ എന്ന് പറഞ്ഞാൽ തമാശ മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ UDF വേണ്ടി ജയിച്ച MLA മാർ തന്നെ എത്ര പേര് LDF നിന്ന് പോയവരാ?
ഇപ്പോൾ ഗോവിന്ദൻ, പിന്നെ കുഞ്ഞികൃഷ്ണൻ, ജി സുധാകരൻ ഒക്കെ ഇവിടുന്ന് പോയവരാ. ഇപ്പം മത്സരിച്ച് തോറ്റവരിലും കുറേ പേര് ഇവിടുന്ന് പോയവരാ. അങ്ങനെയൊക്കെയുള്ള ആകെ ഒരു കലങ്ങി പറഞ്ഞ അന്തരീക്ഷമാണ് കേരള രാഷ്ട്രീയത്തിനകത്തുള്ളത്. ഒരു ജൻസി യുഗത്തിലേക്ക്, ഒരു ജൻസി പൊളിറ്റിക്സിലേക്ക് കേരളം പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന 2020 ചക്ക താമരയാണോ മാങ്ങയാണോ എന്നുള്ളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ രീതിയാണ് ഒരു അരാഷ്ട്രീയ പ്രൊഡക്റ്റായിട്ട് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ശുദ്ധികളിച്ച ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ട് ആര് വരും എന്നുള്ളതിനെക്കുറിച്ചൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. മുഖ്യമന്ത്രി ആവാൻ 3 പേരും യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ ആണ്. മുഖ്യമന്ത്രി ആവാൻ 3 പേർക്കും അയോഗ്യതകളൊന്നുമില്ല. പക്ഷേ ആ 3 പേരും കൂടെ അവിടെ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തമ്മിലടിക്കുമ്പം അവരുടെ പ്രവർത്തകർ തെരുവിൽ തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക്. ഇപ്പോൾ ബോർഡ് വെക്കലും കീറലും ഒക്കെ നടക്കുന്നുള്ളൂ. ഒരു കൂട്ടർ വെക്കുക, മറ്റവും കീറുക. ഇതെല്ലാം കൂടെ കഴിയുമ്പം ക്യാബിനറ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നം വരും. ഓരോരുത്തരും അവരവരുടെ ആൾക്കാരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ തിരികെ കയറ്റാൻ നോക്കും. ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന വകുപ്പുകൾ, ഉപവകുപ്പുകൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ, പിന്നെ അതിലെല്ലാം ചെയർമാൻ സ്ഥാനം, വനിതാ കമ്മീഷൻ, പിന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ, അതേപോലെ KTDC, അതേപോലെ പിന്നെ ദേവസ്വം ബോർഡുകൾ, വഖഫ് ബോർഡ്, അതേപോലെ പിന്നെ എക്സൈസിന് മുന്നോക്ക കമ്മീഷൻ. എക്സൈസിന് ഒരു ബോർഡുണ്ട്. എക്സൈസിന് ബോർഡുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും KTDC ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേരെ ഉൾപ്പെടുത്താനുമുണ്ട്. യുവജന കമ്മീഷൻ, യുവജനക്ഷേമ ബോർഡ്, അത് പണ്ട് നമ്മൾ ശ്രീരാമകൃഷ്ണൻ ഇരുന്നതാണ് യുവജനക്ഷേമ ബോർഡ്. യുവജന കമ്മീഷൻ ആകുമ്പോൾ അത് ജുഡീഷ്യൽ പവർ ഉള്ളതാണ്. അങ്ങനെ വരുമ്പം പിന്നെ ഇത് എല്ലാം കൂടെ പ്ലാനിംഗ് ബോർഡ്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് എന്താവും എന്നുള്ളത് തീരുമാനമാവണമെങ്കിൽ ഇവരുടെ അടി ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല. മുഖ്യമന്ത്രിയായിട്ട് ആളെ ഇവർ തീരുമാനിച്ചു എന്ന് കൂട്ടിക്കോ, ഹൈക്കമാൻഡിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് തീരുമാനിച്ചു എന്ന് കൂട്ടിക്കോ, ഒരു തലയെണ്ണൽ നടത്തിയിട്ട് അല്ലെങ്കിൽ കൃത്രിമമായി ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതുപോലെ അങ്ങനെ അവരുടെ ആളെ അനൗൺസ് ചെയ്തെന്ന് കൂട്ടിക്കോ. അനൗൺസ് ചെയ്ത് കഴിഞ്ഞാലും 5 വർഷത്തെ ഭരണം സുഗമമായിരിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനിടയിൽ കൂടെ ലീഗ് അത്യാവശ്യം ബോർഡും കോർപ്പറേഷനും ചോദിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവർ തമ്മിലടിയാണല്ലോ. അവർ 3 കൂട്ടരെടുത്തും പറഞ്ഞ് ഞങ്ങൾക്ക് വേണം എന്ന് പറയും. തള്ളിക്കളയാൻ പറ്റുമോ? ഇവരെ പിന്തുണ വേണ്ടേ? അപ്പം അങ്ങനെ വരുമ്പം ആത്യന്തികമായി മുഖ്യമന്ത്രി ആരായിരുന്നാലും സൂപ്പർ മുഖ്യമന്ത്രി മുസ്ലിം ലീഗായിരിക്കും കേരളത്തിൽ അടുത്ത 5 വർഷം ഭരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിലൊരു സംശയവും വേണ്ട.